ആദ്യം ടൂൾ ആൻഡ് ഡൈ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ടൂൾ ആൻഡ് ഡൈ അതിൻ്റെ ഡൈയും നമ്മൾ പല പല കസ്റ്റമർക്ക് എക്സ്പോർട്ടൊക്കെ കിട്ടാം. ആ സമയത്ത് നമ്മൾ ഗൾഫിലോട്ടും പല പല രാജ്യങ്ങളോട്ടൊക്കെ ഈ ടൂൾ ആൻഡ് ഡൈ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ അതിൻ്റെ എക്സ്ട്രൂഡൻ പ്രൊഫൈൽ, പലരുടെ പ്രൊഫൈൽ നമ്മൾ എക്സ്ട്രൂഡ് തുടങ്ങി. പിന്നെ നമ്മൾ ഓരോ വർഷം ഓരോരോ ലൈനായിട്ട് അത് പതിയെ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ഗ്രോത്തിലോട്ട് വന്നത്. ഇപ്പം നമ്മൾ പല പല ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫൈൽസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. മേജറായിട്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, എന്നുവെച്ചാൽ ഈ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്ന എല്ലാ ടൈപ്പ് പ്രൊഫൈൽ, ഡോർ, വിൻഡോ, ഫസാഡ്, അങ്ങനെയുള്ള എല്ലാ, കിച്ചൺ, അങ്ങനെ പല കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പല പ്രൊഡക്റ്റിൻ്റെയും പ്രൊഫൈൽസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പല ഇൻഡസ്ട്രിയൽ 2 സെഗ്മെൻ്റ് ഇൻഡസ്ട്രിയിലും പല ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രൊഫൈൽസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ HVAC സിസ്റ്റം, അതിനൊക്കെയുള്ള പല പ്രൊഫൈൽസ് ഉണ്ട്. അതൊക്കെ ഒത്തിരി കമ്പനികളുണ്ട് ആ മേഖലയിലൊക്കെ. അങ്ങനെ ഓട്ടോമൊബൈൽ പാർട്സ്, അങ്ങനെ പല പല ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ, മെഷീൻ ഉണ്ടാക്കുന്നവരുണ്ട്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ പല ആപ്ലിക്കേഷൻ. ഈ അലൂമിനിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് അതൊരു മൾട്ടി ഫെസ്റ്ററ്റഡ് മെറ്റലാണ് ശരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഫോം ചെയ്യാൻ പറ്റുന്ന മെറ്റൽ അതുകൊണ്ട് നമുക്കതിന് പല ആപ്ലിക്കേഷനുണ്ട്. പല മേഖലയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മെഷീൻ്റെ കപ്പാസിറ്റീസ് ഉള്ള പല ഇൻഡസ്ട്രിയിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ടൈംലി ഡെലിവറിയാണ്. അപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ടൂൾ ഉണ്ടാക്കി അത് എക്സ്ട്രൂഡ് ചെയ്ത് സാമ്പിൾ അപ്രൂവ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് നമുക്ക് അനലൈസിങ്ങും പല മെറ്റൽ ഫിനിഷിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്ത് വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് സപ്ലൈ ചെയിൻ ഫുള്ളി ഇൻറ്റഗ്രേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് സമയത്തിനും നന്നായിട്ട് കൊടുക്കാനും പറ്റുന്നത്. അപ്പം നമ്മുടെ ഫോക്കസ് എപ്പോഴും ആദ്യമേ തൊട്ട് ഞങ്ങളുടെ MDയുടെ ഫോക്കസ് അങ്ങനെയായിരുന്നു. ഒരു ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. എക്സ്ട്രൂഷൻ മാത്രമായിട്ടല്ല, അതിൻ്റെ റിലേറ്റഡ് ഉള്ള എല്ലാ ഇൻറ്റഗ്രേഷനും നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോഴും ഒത്തിരി എക്സ്പോർട്ടിലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ, അങ്ങനെ അതിൻ്റെ പല ഭാഗമായിട്ട് നമ്മൾ പുറത്തോട്ട് പല മാർക്കറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത്, പല കസ്റ്റമറെ അപ്രോച്ച് ചെയ്ത് അതുകൂടെ ഇങ്ങോട്ടും എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പോർട്ടിലോട്ടും നന്നായിട്ട് ചെയ്യാനിപ്പം ശ്രമിക്കുന്നുണ്ട്. ഓവറോൾ ഇതാണൊരു പിക്ചർ. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ തന്നെ പല ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ അത് വെച്ചിട്ട് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റും ഈ മേഖലയിൽ തന്നെ പുതിയ പ്രൊഡക്റ്റും പുതിയ മാർക്കറ്റും കണ്ടുപിടിക്കാനുള്ളത് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? 2003 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? കേരളത്തിൽ മെയിനായിട്ട് ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാത്രം ഉണ്ടാകുന്നത്. ഇവിടെ വീടെല്ലാവരും ഒരു വലിയ സ്വപ്നമാണല്ലോ. അപ്പം വീട് പണിയാണ് ഇവിടുത്തെ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോഴും ഒരു മേജർ മാർക്കറ്റ് എന്ന് വെച്ചാൽ അത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. അന്നും അങ്ങനെയാണ്. ഇപ്പോൾ ഇച്ചിരൂടെ എനിക്ക് ഇൻഡസ്ട്രികൾ ചെറിയ സ്മോൾ MSME മേഖലയിലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ഒത്തിരി വരുന്നുണ്ട്. എന്നാലും നമ്മുടെ കേരളത്തിലാണ് മെയിൻ സപ്ലൈ എപ്പോഴും ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ തന്നെയാണ്. ആ സമയത്ത് മാനുഫാക്ചറിങ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ മാനുഫാക്ചേഴ്സ് ഒത്തിരി ഉണ്ട്. പക്ഷെ ആ സമയത്ത് മാനുഫാക്ചേഴ്സ് വളരെ കുറവായിരുന്നു. മെയിനായിട്ട് ഹിൻഡാൽക്കോ മാത്രം ഉണ്ടായിരുന്നു ഇവിടെ ആലുപുരത്ത്. പിന്നെ ജിൻഡാൽ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെയുള്ള സപ്ലൈകളായിരുന്നു കൂടുതലും. അപ്പോൾ ആ സമയത്ത് ഇവിടെ കേരളത്തിൽ മാനുഫാക്ചറായിട്ട് നമ്മൾ മാത്രമാണ് ആ സമയത്ത് വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മേജർ പ്ലേയേഴ്സ് അല്ലാതെ ഹിൻഡാൽക്കോ പോലത്തെ മേജർ പ്ലേയേഴ്സ് അല്ലാത്ത ഒരു മീഡിയം സ്മോൾ സ്കെയിലിൽ നമ്മൾ മാത്രമാണ് ആ സമയത്ത് തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല 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 പോസിറ്റീവ് ആയിരുന്നു ആ സമയത്ത്. നമ്മൾ കപ്പാസിറ്റി കൂട്ടുക ചെയ്തത് ഓരോ പീരീഡ് ഓഫ് ടൈം. നമ്മൾ 2005 ആ സമയം തൊട്ട് നമ്മൾ മാക്സിമം കപ്പാസിറ്റി കൂട്ടാൻ, കപ്പാസിറ്റിയും ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ
ശ്രമിച്ചത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊഡക്ഷനൊക്കെ എന്തോരായിരുന്നു, അങ്ങനെയായിരുന്നു, ഏത് അളവ് വരെയായിരുന്നു? ഇപ്പോൾ നിലവിൽ എൻ്റെ അവസ്ഥ എന്താണ്? സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ലൈനായിരുന്നു. ആ സമയത്ത് എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 150 ടണ്ണൊക്കെ ആയിരിക്കും ആ സമയത്ത്. അത്ര ഞാൻ തന്നെ പഠിക്കുമായിരുന്നു. എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയില്ല, നല്ലൊരു 150 ടണ്ണൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള പ്രൊഡക്ഷൻ. ഇപ്പം അതൊരു നമ്മുടെ മലബാർ എക്സ്ട്രൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പറയുകയാണെങ്കിൽ 800 to 1000 ടൺ വരെ നമുക്കിപ്പം ഇപ്പം നമ്മുടെ കപ്പാസിറ്റി ആയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമാണ്. നമ്മൾ ആക്ച്വലി കൂടുതലും നമ്മുടെ ഒരു 60% വർക്ക് ഫോഴ്സും ഇവിടുത്തെ ലോക്കലുള്ള ആൾക്കാരാണ്. അതും കൂടുതൽ ലേഡീസുമാണ്. നമ്മളവർ 8 മണിക്കൂർ ഷിഫ്റ്റാണുള്ളത്. നമ്മൾ കൂടുതലും അവരെ ലോക്കലുള്ള ആൾക്കാരെ എടുത്ത് ട്രെയിൻ ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. കാരണം അന്നോട്ട് ഞങ്ങളുടെ MDയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. കാരണം ഒന്നൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നാൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് സ്വന്തം നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൺസിസ്റ്റൻസിയും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതലും അൺസ്കിൽഡായ ആൾക്കാരെ അടുത്ത് പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ ചെയ്തത് ആ സമയത്ത്. സെലക്ട് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കാറുള്ളത്? സ്ത്രീകളാണല്ലോ കൂടുതൽ വീട്ടമ്മമാരാണോ, അത് എഡ്യൂക്കേറ്റഡ് ആളുകളാണോ, ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്കാണോ? നമുക്ക് നമ്മുടെ ഇവിടെ കൂടെ ഉള്ള ഇപ്പോൾ ഉള്ളതിൽ മിക്കൊരു അൺസ്കിൽഡാന്ന് പറയാൻ പറ്റുള്ളൂ. അവർ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതായത് ടെക്നിക്കലായിട്ട് കുറച്ച് ടെക്നിക്കൽ ഇൻക്ലിനേഷനുള്ള ആൾക്കാരും ഉണ്ട്, 2 രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ ഇൻക്ലിനേഷൻ ഉള്ളവരൊക്കെ കൂടുതലും മെഷീൻ സൈഡിലോട്ടും ബാക്കി എല്ലാവരും അതിൻ്റെ പെരിഫറൽ ആക്ടിവിറ്റീസിലോട്ടും അത് നാച്ചുറലി അങ്ങനെ ആയിട്ട് മാറും. അവരുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും കഴിവനുസരിച്ച് ചിലരൊക്കെ സീനിയർ ഓപ്പറേറ്ററും സീനിയർ ഫോർമാൻ വരെയുള്ള ലേഡീസ് നമ്മുടെ ഇവരുണ്ട്. പക്ഷേ ഒരു ലൈൻ മൊത്തം നോക്കുന്ന ലേഡീസും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അത് വരുന്ന ചിലപ്പോൾ ഒരു ഏറ്റവും ബേസിക് ഓപ്പറേഷനിലായിരിക്കും വരുന്നത്. പക്ഷെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർ ലൈൻ ഫോർമാൻ വരെ നമ്മൾ ലേഡീസ് ഉണ്ട്, ഷിഫ്റ്റ് സൂപ്പർവൈസർ വരെ ലേഡീസ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർ കയറി വരും. ഞാൻ ജോയിൻ ചെയ്തത് 2016 2017 സമയത്താണ് ജോയിൻ ചെയ്തത്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ പിന്നെ 2-3 വർഷത്തോളം ഓട്ടോമൊബൈൽ ഫീൽഡിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ ഞാൻ MBA ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ബ്രദറുണ്ട്, എൻ്റെ വൈഫ് ഇൻവോൾവ് ആണ്. പിന്നെ ഫാദർ ഓൾറെഡി ഉണ്ട്. ഫാദറിന് ബ്രദറുണ്ട്. ഫാദറിന് ബ്രദറിന് 2 മക്കളുണ്ട്. എല്ലാവരും ഇൻവോൾവ് ആണ്. അലുമിനിയം പ്രൊഡക്ഷൻ്റെ ഒരു ഭാവി എങ്ങനെയാണ്? ഇനി എന്ത് ഡെവലപ്മെന്റ്സ് ആണ് പറയാനുള്ളത്? അലൂമിനിയത്തിൽ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ട്. ഇനി അലൂമിനിയം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ അലൂമിനിയം ഇനി വളരാനുള്ള സാധ്യതകളാണ് എല്ലാം കാണുന്നത്. കാരണം ഇതിന് നമുക്ക് പല ഫോമിലും ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വളരെ കുറവാണ്. നോൺ ഫെറസ് മെറ്റലാണ് കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് തന്നെ അലൂമിനിയം, കോപ്പർ, ബ്രാസ് ഇങ്ങനെ പല മെറ്റലുണ്ട്. പക്ഷെ അതിന് ഏറ്റവും ആപ്ലിക്കേഷൻസ് കൂടുതലുള്ള അലൂമിനിയത്തിനാണ്. നമ്മൾ ഏത് മേഖല എടുത്താലും അലൂമിനിയത്തിൻ്റെ യൂസ് ഉണ്ടാവും. പാത്രം അതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്ടൻസിൽസ് ഒക്കെ പോകണം, അത് വേറൊരു ഇതിനകത്ത് പല അലോയ് ഉണ്ട്. നമ്മളൊരു എല്ലാ അലോയിലും സർട്ടൺ അലോയിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. പാത്രം എന്നൊക്കെ പറഞ്ഞാൽ വേറെ അലോയാണ്. അതിൻ്റെ നമ്മൾ ഗ്രേഡ് സ്റ്റീലിൽ ഗ്രേഡ് എന്നൊക്കെ പറയുന്ന പോലെ മെറ്റൽ അലോയാണ് പറയുന്നത്. അലോയാണ് ബേസിക്, എല്ലാത്തിലും അങ്ങനെയാണ്. അത് പല അലോയുണ്ട്. നമ്മൾ കൂടുതലും ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആ ഒരു അലോയിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അലൂമിനിയത്തിന് എപ്പോഴും ഒരു ഫ്യൂച്ചർ മെറ്റലായിട്ട് എല്ലാവരും പറയുന്ന അലൂമിനിയം തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? മറ്റ് നമുക്ക് പറയുമ്പോൾ യൂണിക് ആയിട്ടുള്ള പ്രത്യേകത എന്തൊക്കെയായിരിക്കും? പക്ഷെ ഞങ്ങൾ ആക്ച്വലി കൂടുതലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ലൈറ്റായിട്ട് പ്രൊഫൈൽസാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു നീഷ് മാർക്കറ്റ് ഞങ്ങൾ ഓൾറെഡി ഉണ്ടായി. ഞങ്ങളത് സ്റ്റാർട്ടിങ്ങിലോട്ട് അങ്ങനെ ഒരു ഫോക്കസ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു നീഷ് മാർക്കറ്റിലോട്ട് വന്നു. കാരണം അല്ലാതെ പ്രൊഫൈൽ ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും അതുകൊണ്ടാണ് ഞങ്ങൾ ടൂൾ ഉണ്ടായിലൊക്കെ അതിൻ്റെ ടൂൾസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അതാണ് ഇതിൻ്റെ ഒരു മെയിൻ
ആകും. അപ്പോൾ നമുക്ക് എന്ത് എൻക്വയറി ആണ് നമുക്ക് അതനുസരിച്ച് ടൂൾ ഉണ്ടാക്കി അത് പ്രൊഡക്റ്റ് ആക്കി കൊടുക്കാൻ നമുക്ക് പറ്റും. വളരെ കുറച്ച് സമയമുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ടൂൾ മോഡിഫൈ ചെയ്യാനൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റി നമുക്ക് കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മുടെ ഒരു ടെക്നോളജി, രണ്ട് നമ്മുടെ സപ്ലൈ ചെയിൻ ഇൻറ്റഗ്രേഷൻ, നമുക്ക് എൻഡ് ടു എൻഡ് എല്ലാ സൊല്യൂഷനും ഉണ്ട്. ഇതാണ്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇതിനകത്ത് ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള ഒത്തിരി കാര്യമുണ്ട്. ഇറ്റ്സ് എ വാസ്റ്റ് സബ്ജക്റ്റ്. എക്സ്ട്രൂഷൻ ഒരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് അത് ഇപ്പോൾ ഞങ്ങളുടെ MD ഒക്കെ ആണെങ്കിൽ ഇത്രയും 35 വർഷത്തെ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതും ഒത്തിരി പ്രൊജക്റ്റുകൾ ചെയ്ത് അപ്പോൾ നിങ്ങൾ ടെക്നിക്കലായിട്ട് ഒത്തിരി കാര്യമാണ്. അതിൻ്റെ അലോയ് കോമ്പോസിഷൻ തൊട്ട് അതിൻ്റെ എക്സ്ട്രൂഷൻ്റെ പാരാമീറ്റേഴ്സൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഏത് ഇൻഡസ്ട്രിയും, ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഹൈ, അതും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്കിവിടെ ഡൊമസ്റ്റിക് ഇവിടുത്തെ മാർക്കറ്റിലുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു മെയിൻ. നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ഞങ്ങൾ നോക്കുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് ടൈംലി ഡെലിവറി, രണ്ട് അതിൻ്റെ കംപ്ലീഷനാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു സർട്ടൺ ക്വാണ്ടിറ്റി ഓർഡർ എന്നുണ്ടെങ്കിൽ അത് തീർത്ത് കൊടുത്താലേ കസ്റ്റമർക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ നമ്മളത് നമ്മുടെ ഒരു ഇൻറ്റേർണൽ റിപ്പോർട്ട് പ്രകാരം 95% നമുക്കത് ഓക്കെയാണ്. 5 to 6% ഒക്കെ ഇതൊരു മെക്കാനിക്കൽ കാര്യം കൊണ്ട് ചിലപ്പോൾ ടൂൾ ഫെയിൽ ആവാം, ചിലപ്പോൾ അങ്ങനെ പല കാരണം കൊണ്ടും ചില വേരിയേഷൻസ് ഒക്കെ വരും. അന്നേരം 95-96% നമ്മൾ ഡെലിവറി ചെയ്താൽ നമ്മുടെ കറക്റ്റാണ്. രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്, അത് വേറെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇപ്പോൾ നോർമൽ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷനിൽ വരുന്നതൊക്കെ നമ്മുടെ ഡീലേഴ്സ് ത്രൂ ചെയ്യുന്നത്, അത് ഡയറക്റ്റ് കസ്റ്റമറായിട്ട് ഒരു ബന്ധമില്ല. അതുണ്ട്. അത് ഓരോ ഇൻഡസ്ട്രിക്ക് സ്പെസിഫിക് ആയിട്ട്. ഇപ്പോൾ ഒരു കസ്റ്റമറിന് ഒരു മെഷീൻ ഉണ്ടാക്കണം. ആ മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് ചെറിയൊരു പാർട്ട് വേണമായിരിക്കും. അത് ചിലപ്പോൾ അയാൾക്ക് എക്സ്ട്രൂഡ് ചെയ്യായിരിക്കും. അപ്പോൾ നമ്മൾ അതിനൊരു മോൾഡ് ഉണ്ടാക്കി അവർക്ക് ആ പാർട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കും. അവരത് കട്ട് ചെയ്ത് മില്ലൊക്കെ ചെയ്തിട്ടായിരിക്കും അവരത് പല മെഷീനൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ ഉപയോഗിക്കണം. അപ്പോൾ രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ ഉള്ള കസ്റ്റമർ നമ്മൾ നേരിട്ടായിരിക്കും അവർ വരുന്നത്. കാരണം അവരുടെ മോൾഡാണ്, അവർ ഉണ്ടാക്കുന്ന ടൂളാണ്, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ടൂളാണ്, അവർക്ക് മാത്രമേ അതിന് ഉപയോഗമുള്ളൂ, വേറെ ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നോർമൽ നമ്മുടെ കമേഴ്ഷ്യലായിട്ടുള്ള പല പ്രൊഡക്ട്സ് ഉണ്ട്. അത് എല്ലാം ഡീലർ ത്രൂ പോകാം, ഡയറക്റ്റ് കസ്റ്റമറായിട്ടൊരു ബന്ധമല്ല. രണ്ട് രീതിയിലുള്ള പ്രൊഡക്ഷനാണ് മലബാർ എക്സ്ട്രൂഷൻ എന്നുള്ള ബ്രാൻഡിലാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ സപ്ലൈ ഓൾ ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലും, പക്ഷേ നോർത്ത് ഇന്ത്യയിലും കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അതെ, എക്സ്പോർട്ട്. ഇവിടെ പോർട്ട് വളരെ അടുത്തായതുകൊണ്ടും നമുക്ക് ആക്സസിബിളായ കുറേ മാർക്കറ്റ്സ് ഉള്ളതുകൊണ്ടും അതൊരു സാധ്യതയാണ്. അപ്പോൾ ഞങ്ങൾ കൊറോണ സമയത്തോടെ നമ്മൾ നന്നായിട്ട് എക്സ്പോർട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കൂടുതലും സെയിൽസും പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റുമാണ് നോക്കുന്നത്. കസ്റ്റമർ ഫേസിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. എൻ്റെ ബ്രദറും എൻ്റെ വൈഫൊക്കെ കൂടുതലും അവർ സോഴ്സിങ്ങും സപ്ലൈ സൈഡുമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫാദർ ഓവറോൾ എല്ലാത്തിലും ഇൻവോൾവാണ്, കൂടുതലും പർച്ചേസിലാണ് ഇൻവോൾവ്. റോ മെറ്റീരിയൽ പർച്ചേസ് ഞങ്ങൾക്ക് മെയിൻലി ഇപ്പോൾ ഇന്ത്യയിൽ പ്രൈമറി പ്രൊഡ്യൂസാണ് ഇങ്ങോട്ട് വേദാന്ത, മെയിനായിട്ട് വേദാന്ത എന്നാണ് സോഴ്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല കൺട്രിയായിട്ട് ഇപ്പോൾ ഇന്ത്യ FTA അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മലേഷ്യ നേരത്തെ FTA ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ അങ്ങനെ ടോട്ടൽ അങ്ങനെ ഒരു ഇപ്പോൾ മെയിനായിട്ട് ഒന്ന് ഈ നമ്മളൊരു എക്സ്പാൻഷൻ രീതിയിൽ ഒരു എക്സ്ട്രാ ലൈൻ ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് എന്നുവെച്ചാൽ വേറൊരു എക്സ്ട്രൂഷൻ ലൈൻ, വേറൊരു എക്സ്ട്രൂഷൻ പ്രസ് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്തു. പിന്നെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി.
രണ്ട് നമ്മൾ വേറെ ഇതിൻ്റെ കോമ്പണൻറ്റ് മാനുഫാക്ചറിനോട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് അലൂമിനിയം എക്സ്ട്രൂഡ് ചെയ്ത് കസ്റ്റമർ ചോദിക്കുന്ന ലെങ്ത്തിൽ കൊടുക്കുകയാണ്. അത് കസ്റ്റമർ പലരും മെഷീൻ ചെയ്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് മെഷീൻ ചെയ്തും കൊടുക്കാൻ പറ്റും. ഹായ്, എൻ്റെ പേര് മറിയാമ്മ ജെയ്സൺ. ഞാൻ മലബാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ 1 വർഷത്തോളമായി സീരിയസ് ആയിട്ട് നോക്കി തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് പ്രൊക്യൂർമെൻറ്റും കുറച്ചൊക്കെ അക്കൗണ്ട്സും പിന്നെ സ്റ്റാഫ് റിലേഷനുമാണ്. നമ്മുടെ കമ്പനിയിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റാഫ് ലേഡീസാണ്. അപ്പോൾ ലേഡീസ് എംപവർമെൻറ്റ് കാരണം ഞാൻ ഫാക്ടറി ചെന്ന് തന്നെ പേഴ്സണലി ഓരോ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിച്ച് അവർക്കുള്ള ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഞാൻ മലബാർ എക്സ്ട്രൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.